ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെയറിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബീജം എടുക്കാൻ പറ്റും. 1 2 3 4 ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എഴുതിക്കോണേ. ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ്, ക്രിയേറ്റ് ന്യൂ ഫിൽ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ്. അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അകത്ത് സോളിഡ് കളറുണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, പാറ്റേൺ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തും ഗ്രേഡിയൻ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താലും മതിയല്ലോ, നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഗ്രേഡിയൻ്റ് എടുക്കുകയാണ്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലൂ എടുത്തിട്ട് ഇതാ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗ്രേഡിയൻ്റ് എടുക്കാം, ഇവിടെ സെലക്ട് ചെയ്തിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് കണ്ടോ ലൈവായിട്ട് മാറുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉപയോഗം. കണ്ടോ, ലൈവായിട്ട് ഇവിടെ നമുക്ക് മാറ്റാം. കണ്ടോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ലൈവായിട്ട് ഇവിടെ നിന്ന് മാറ്റി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ ലീനിയർ മാറ്റി റേഡിയലാക്കാം. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, സെയിം സംഭവം. ആംഗിൾ ആക്കാം, അതുപോലെ റിഫ്ലക്റ്റഡ് ആക്കാം. കണ്ടോ, ഇതൊക്കെ അതിനെ നമുക്ക് ചരിക്കാം, ഏത് ആക്സിസിൽ വേണമെങ്കിലും നമുക്ക് ചരിക്കാം. ഓക്കെ, അതേപോലെ അതിൻ്റെ സ്കെയിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്കെയിൽ സ്വല്പം ഇൻക്രീസ് ചെയ്യാം, സ്കെയിൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ കുറയ്ക്കാം. ആംഗിൾ ആണെങ്കിൽ ആംഗിൾ ആക്കാം, റേഡിയലാണെങ്കിൽ റേഡിയലാക്കാം. ഓക്കെ, റേഡിയലിനും നമുക്ക് ഇതേപോലെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും പതുക്കെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഫിക്സ് ചെയ്തു, എൻ്റെ ഗ്രേഡിയൻ്റ് ഇതാണ്. ഫൈൻ, ഇത്രയും പിടിയിട്ടല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. T ഫോർ ടെക്സ്റ്റ് ടൂൾ. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇതിനെ നമുക്ക് വൈറ്റ് ആക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യണേ. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു വൈറ്റ് വരുമല്ലോ. എന്നിട്ട് ഞാൻ അതിനെ അങ്ങ് സെലക്ട് ചെയ്ത് മാറ്റി. അത് ഡീഫോൾട്ട് ഒരു ഇതാണ്, എന്താണ്, ഒരു ഡീഫോൾട്ട് ടെക്സ്റ്റിൽ അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഒരു ടെക്സ്റ്റ് ആക്റ്റീവ് ആവും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ബി എന്നിട്ട് എൻ്റർ ചെയ്തേ എ ഗ്രാഫിക്, താഴെ ഒന്നും കൂടെ എൻ്റർ ചെയ്തു ഡിസൈനർ. ഓക്കെ, ഇങ്ങനെ അടിച്ചു. പക്ഷേ ഇതൊരു സുഖമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരേ കളറാണ്. അപ്പോൾ നമുക്ക് കളർ അങ്ങ് മാറ്റാം. സോ ബി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇത് മാത്രം സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഞാൻ ഈ കളർ കൊടുത്തു എന്ന് വിചാരിക്കുക. എക്ക് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഏതാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റഫായിട്ട് കൊടുക്കുകയാണ്, ഏതെങ്കിലും കളർ കൊടുക്കുക. നിങ്ങൾ നല്ല കളർ കൊടുത്ത് നോക്കുക. പിന്നെ ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു, വീണ്ടും വന്നു, ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും ഒരു കളറും കൂടെ കൊടുക്കുക. ഗ്രാഫിക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് വൈറ്റ് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടല്ലോ. BA ഗ്രാഫിക് ഡിസൈനർ, ഇതാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇതിനെ മാത്രം എനിക്ക് സെലക്ട് ചെയ്യണം. മീൻസ് ഇതിൻ്റെ സെലക്ഷൻ മാത്രം എനിക്ക് കോപ്പി ചെയ്യണം. ഇതിനെ കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, കോപ്പി ചെയ്യാൻ പറ്റത്തില്ല വേറെ എടുത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുന്നത്, ഒരു ലെയറിനെ സെലക്ഷൻ ചെയ്യുന്നത് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെയറിനെ സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ദാ എഡിറ്റിൻ്റെ അകത്ത് പോവുക, അതിൻ്റെ അകത്ത് കോപ്പി. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഇതിൻ്റെ അകത്ത് സെലക്ട് ആയിരിക്കുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങളും ടെക്സ്റ്റ് മൊത്തം അതിൻ്റെ അകത്ത് സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ അങ്ങ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, ഇതങ്ങ് ഓഫായി. കൺട്രോൾ D അടിക്കുമ്പം അതങ്ങ് ഡീസെലക്ട് ആയിപ്പോയി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ ലെയർ എടുക്കുകയാണ്, ഒരു പുതിയ ലെയർ. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്നും ഫിൽറ്ററിൻ്റെ അകത്ത് വാനിഷിംഗ് പോയിൻ്റ്, ഫിൽറ്ററിൻ്റെ അകത്ത് വാനിഷിംഗ് പോയിൻ്റ്. ഓക്കെ, ഫിൽറ്ററിൻ്റെ അകത്ത് വാനിഷിംഗ് പോയിൻ്റ്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ദാ ഒരു ക്ലിക്ക് ഇവിടെ ചെയ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണല്ലോ വാനിഷിംഗ് പോയിൻ്റ്. 1 2 4 പരമാവധി ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. കണ്ടോ, സൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ 4 പോയിൻറ്റ്സ് മാത്രമേ അവിടെ വരുള്ളൂ. സൈസ് ഉണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ സൈസിൽ ഇരുന്നോട്ടെ. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണേ. എങ്ങോട്ടാണ് നിങ്ങൾക്ക് ആ പെർസ്പെക്റ്റീവ് വേണ്ടത് ആ ഭാഗത്തേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഈ ഒരു ഭാഗത്താണ് ഞാൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ റോങ് ആണ്, അതേപോലെ ഇതും റോങ് ആണ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആ ഏരിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചിരിക്കുന്നത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, മൂവ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക.
ഓക്കെ, ഇതൊരു വശത്ത് വന്നേ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്ലെയിൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. 1 then 2 3 then 4. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ് ടൂൾ വെച്ച് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഇതിനെ അങ്ങോട്ട് തിരിക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് രണ്ട് ലേഔട്ടിൽ കിട്ടത്തക്ക രീതിയിൽ ആ രണ്ട് ഭാഗത്തോട്ട് ഞാനിതിനെ മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു. ഇതിനെ മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു. ഇതിനെയും എത്രത്തോളം അങ്ങോട്ട് പിടിക്കാം അത്രത്തോളം മൂവ് ചെയ്യുക. ദാ കണ്ടോ? എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാം അത്രത്തോളം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ പേസ്റ്റ് ഏതായിരുന്നു? കൺട്രോൾ സി, കോപ്പി, കൺട്രോൾ സി, കൺട്രോൾ വി ഫോർ പേസ്റ്റ്. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ ഇവിടെ വെച്ച് കൊടുക്കാം. BA ഗ്രാഫിക് ഡിസൈനർ. അപ്പോൾ ഗ്രാഫിക് ഡിസൈനർ ഞാൻ സ്വല്പം ഇവിടെ കൊണ്ടുവച്ചേ. കണ്ടോ? എന്നിട്ട് ഞാൻ ഒന്നും കൂടെ കൺട്രോൾ, അതിന് മുന്നേ ഇത് സ്കെയിൽ ചെയ്യണമെങ്കിൽ പിന്നെ സ്കെയിൽ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാം. കൺട്രോൾ വി, ഇതിനെ മൂവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചു. ഇപ്പോൾ രണ്ട് സൈസും എന്താണ് പ്രോപ്പറാണ്. കണ്ടോ? അപ്പം നിങ്ങൾ ഇതിനെ സ്വല്പം അടുപ്പിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരേപോലെ കൊണ്ടുവയ്ക്കായിരുന്നു. അപ്പോൾ ഇത് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫോം ഉണ്ട്. ജസ്റ്റ് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫോം ചെയ്ത് വയ്ക്കാം. കണ്ടോ? അതിനെ പൊസിഷൻ മാറാത്ത രീതിയിൽ, അറ്റ്ലീസ്റ്റ് ഇവിടെ മാത്രം പൊസിഷൻ മാറാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ? ഇവിടുത്തെ പൊസിഷൻ നിങ്ങൾ സ്വല്പം കൂടെ കറക്റ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, ഫിൽട്ടർ, വാനിഷിംഗ് പോയിൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും നമുക്ക് അലൈൻ ചെയ്യാം. അതിൻ്റെ അകത്ത് ആ ഒരു ഏരിയക്കകത്തുള്ള ഇത് മാത്രം ട്രാൻസ്ഫോം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അലൈൻ ചെയ്യാം. ഉണ്ട്, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി വീണ്ടും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വരയ്ക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങ് വരയ്ക്കുന്നില്ല. കണ്ടോ? എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനെ ഇരിക്കും. രണ്ട് സൈഡും ഇങ്ങനെ പെർസ്പെക്റ്റീവായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തിക്നെസ് ഉള്ളൊരു ഒബ്ജക്റ്റ് ഇരുന്നാലേ അത് ഇങ്ങനെ ഒരു കർവ് ചെയ്തിരിക്കുന്നൊരു ഫീൽ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നൊരു ഫീലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പുതിയ ലെയർ ആഡ് ചെയ്യണേ. ഒരു പുതിയ ലെയർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ഫില്ല് ചെയ്ത് ഇവിടെ പോയി പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എടുത്തു, ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, കൺട്രോൾ D അടിച്ചു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കൺട്രോൾ T അടിച്ചിട്ട് ഇതിനെ ഞാൻ നല്ലവണ്ണം വലുതാക്കിയേ. നമുക്ക് വേണ്ട എന്താണ്? ഇത് അതിൻ്റെ അപ്പുറത്തിരിക്കണം. അപ്പോൾ ഇതിനെ വലിച്ച് എന്ത് ചെയ്യുക? അതിൻ്റെ അകത്ത് കൊണ്ടിടുക. കണ്ടോ? ആയല്ലോ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ T ഒക്കെ അടിച്ച് സ്വല്പം കൂടെ ഇതിനെ കൊണ്ടുപോകാം ഇങ്ങനെ. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇത് വെച്ച്, ഈ ഒരു പോർഷനിൽ ഇത് വെച്ച് വേണമെങ്കിൽ ഇതിനെ നമുക്ക് തിരിച്ചും വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് കണ്ടോ? രണ്ട് പാർട്ടായിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളറാണ് പ്രശ്നം. അപ്പോൾ കളർ എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യും? നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു? കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, കളർ ചേഞ്ച് ചെയ്യുക. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ പിക്ക് ചെയ്യുക. ഇതാ കളർ പിക്ക് ചെയ്യുന്ന എളുപ്പമാണ്. ഇതാ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അത് കളർ വരും. ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ അത് പോയിട്ട് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ വെച്ചിട്ട് കളർ ഫില്ല് ചെയ്യുക. കണ്ടോ? കൺട്രോൾ D അടിച്ച് കഴിയുമ്പോൾ കണ്ടോ അവിടെ നിന്നൊരു കട്ട് വന്നൊരു ഫീല് വരും. പിടികിട്ടിയോ? മനസ്സിലായ സംഭവം എന്താണെന്ന്? ഓക്കെ, കൺട്രോൾ T അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വലുതാക്കാം. കൺട്രോൾ T അടിച്ചിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിനെ മാത്രം ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കട്ട് വന്നുള്ള ഒരു ഫീല് വരും. മനസ്സിലായോ? അപ്പോൾ അതേപോലെ നമുക്ക് മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിലോ, ഇതിൻ്റെ കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിലോ കൺട്രോൾ J അടിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ തന്നെ നമുക്ക് റീയൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് സ്വല്പം ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. കണ്ടോ? ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓൾറെഡി നമുക്ക് ആ ഒരു കട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വേറെ ഒന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല. വേണമെങ്കിൽ ഇത് ഞാൻ ഈ രണ്ടാമത്തെ അങ്ങ് റിമൂവ് ചെയ്യണം. എനിക്ക് ആവശ്യമില്ല. സോ ഞാൻ ഈ രണ്ടാമത്തെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യണേ. ഒരെണ്ണം മതി എനിക്ക്. ഓക്കെ, ഈ ഒരു കട്ടിനെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീല് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്ലെൻഡിങ് ഓപ്ഷൻ കണ്ടോ? എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഡ്രോപ്പ് ഷാഡോ. കണ്ടോ? അപ്പോൾ അതൊരു കട്ട് പോലെ ഇങ്ങനെ വരും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ പതുക്കെ ഭയങ്കര ഇത് കൊടുക്കരുത്, വൃത്തികേടായിപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് ആ ഒരു ഫെദർ നിൽക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ,
ഇപ്പം ആ ഒരു കട്ടിൻ്റെ കറക്റ്റ് ഫീൽ വന്നു. അതുപോലെ തന്നെ ഈ ഗ്രാഫിക് ഡിസൈനറിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ്റെ അടുത്ത് നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ഷാഡോ. ഇപ്പോൾ പല ഡ്രോപ്പ് ഷാഡോ ഇങ്ങനെ കിടപ്പുണ്ട്. പുതിയ വെർഷൻ ആയതുകൊണ്ടാണ് ഒരുപാട് ഡ്രോപ്പ് ഷാഡോസ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുത്താൽ മതി. ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസ് ചെയ്തതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്താണ് ഒന്നും കൂടെ റൈറ്റ് ക്ലിക്ക്, ബ്ലെൻഡിങ് ഓപ്ഷൻ, ഡ്രോപ്പ് ഷാഡോ. കണ്ടോ, ഭയങ്കര തിക്കായിപ്പോയി. നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം, അതേപോലെ ഡിസ്റ്റൻസും നല്ലവണ്ണം കുറയ്ക്കാം, സ്പ്രെഡും നല്ലവണ്ണം കുറയ്ക്കാം. ഓക്കെ, സൈസ് ആവശ്യത്തിനുള്ള സൈസ് മാത്രം മതി. വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. വളരെ മൈന്യൂട്ടായിട്ടും ഡിസ്റ്റൻസും വേണമെങ്കിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റിയും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതായി പോവേ, അത് വേണ്ട. നമുക്ക് സ്വല്പം ലൈറ്റായിട്ടുള്ള കളർ മതി. ഓക്കെ, ഞാൻ കൺട്രോൾ മൈനസ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് വിത്ത് എന്താണ് ഈ ഒരു രീതിയിലുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടിടത്ത് രണ്ടെണ്ണം വെച്ചാൽ എന്ത് ചെയ്യണം? ഒരെണ്ണം ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡ് ഫിക്സ് ചെയ്യുക, രണ്ടാമത് വീണ്ടും അതിൻ്റെ അകത്തോട്ട് കയറി രണ്ടാമത് വരയ്ക്കുക, രണ്ടാമത്തെ ഫിക്സ് ചെയ്യുക. അപ്പോൾ രണ്ടും രണ്ടായിട്ട് കിട്ടും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബാക്ക്ഗ്രൗണ്ട് കൊള്ളത്തില്ലെങ്കിൽ ഇതും എല്ലാം വേസ്റ്റാണ്. മീൻസ് ഗ്രേഡിയൻ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. നോക്കിയേ, ഉണ്ടോ? ഇതൊക്കെ ആകുമ്പോൾ അത് പോയി. റിഫ്ലക്റ്റഡ്, അതേപോലെ ഡയമണ്ട്, കണ്ടോ? അതിലാണ് ഇത് കംപ്ലീറ്റ് പരിപാടികൾ ഇരിക്കുന്നത്. ഇതിലാണ് എല്ലാം ഇരിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ അകത്ത് റിഫ്ലക്റ്റഡ് ഉണ്ട്. ഇപ്പോൾ ഈ കളർ ഞാൻ മാറ്റുകയാണ്. എനിക്ക് ഈ കളർ വേണ്ട, ഞാൻ ഗ്രേയിലോട്ട് പോവുകയാണ്. കണ്ടോ? സോറി, ആയില്ലല്ലേ. പിങ്ക് ആണെങ്കിൽ പിങ്ക്. മനസ്സിലായ സംഭവം? അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റീട്വീക്ക് ചെയ്യാം. ഇവിടെ ഞാൻ വേറെ മറ്റേതിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എഫക്റ്റ് ചെയ്യാത്തതായിട്ട് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? കാരണം ഞാനിപ്പോൾ അത് ഫിക്സ് ചെയ്തു. കാരണം എന്താണ്, എനിക്ക് ഈ ടിൻറ്റ് തന്നെ മതി. നമ്മൾ മാറ്റുമ്പോൾ മാറ്റി നോക്കുക. ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറൻസിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ എഡ്ജിൽ വരത്തക്ക രീതി ടൈപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ എഡ്ജിൽ വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഇട്ടിട്ട് അപ്പുറത്ത് എഡ്ജിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടും. ഇത് മനസ്സിലായ സംഭവം? ഇത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മളാണ് കറക്റ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഈ ഒരു എഡ്ജ് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സ്വല്പം കൂടെ ആ ഗ്രിഡ് ചരിച്ചെങ്കിൽ അത് കുറച്ചും കൂടെ കയറി കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തിരുന്നേനെ.